നമസ്തേ, ഞാൻ അജിത്. എല്ലാവർക്കും എൻ്റെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സസിലേക്ക് സ്വാഗതം. നമുക്കെല്ലാം അറിയാം, കല അല്ലെങ്കിൽ ആർട്ട് എന്ന് പറയുന്നത് ഒരു വലിയ സബ്ജക്റ്റാണ്. ആ സബ്ജക്റ്റിന് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ട്. നമുക്ക് ഒരു നല്ല ചിത്രം വരയ്ക്കാനും ഒരു നല്ല കലാകാരനാവാനും നമുക്ക് ആർട്ടിന്റെ സ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അത് മാത്രമല്ല, ആർട്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ആർട്ടിനെ കുറിച്ചുള്ള നല്ലൊരു അറിവ് നമുക്കുണ്ടായിരിക്കേണ്ടതാണ്. ഈ അറിവുകൾ നമ്മൾ എങ്ങനെ സ്വായത്തമാക്കാം എന്നുള്ളതെന്ന് പറയുന്നത്, ആദ്യം നമുക്ക് ഈ അറിവുകൾ തരുന്നത് പ്രകൃതിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് ഈ അറിവുകൾ തരുന്നത് നമ്മുടെ മുന്നേ നടന്നു പോയിട്ടുള്ള വളരെ വലിയ വലിയ കലാകാരന്മാരുണ്ട്. അവരുടെ ആർട്ട് വർക്കുകളുണ്ട്, അവരുടെ ജീവിതമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് നമുക്ക് സബ്ജക്റ്റുകൾ കിട്ടുന്നതായിരിക്കും. അത് മാത്രമല്ല, നമ്മുടെ സ്വന്തമായ മനസ്സിലാക്കുന്ന രീതികൾ, നമ്മൾ സ്വന്തമായി എങ്ങനെയാണോ ആർട്ടിനെ മനസ്സിലാക്കുന്നത്, പ്രകൃതിയെ മനസ്സിലാക്കുന്നത്, ഇതിലൂടെയും നമുക്ക് നല്ല നോളജ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ സ്കില്ലുകൾ, ആർട്ടിന്റെ സ്കില്ല് എങ്ങനെ ഡെവലപ്പ് ചെയ്യണം, അത് കണ്ടിന്യൂ ആയിട്ടുള്ള എക്സസൈസ്, കണ്ടിന്യൂ ആയിട്ടുള്ള പ്രാക്ടീസ്. ആ എക്സസൈസുകൾ നല്ല നിലയിലുള്ളതായിരിക്കണം, നല്ല ഡയറക്ഷൻ ഉള്ളതായിരിക്കണം. എങ്കിൽ മാത്രമേ നല്ല സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ. ഈ വരാൻ പോകുന്ന വീഡിയോസിൽ ഞാൻ മനസ്സിലാക്കിയ ചെറിയ ചെറിയ ആർട്ടിന്റെ അറിവുകളും ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ആർട്ടിന്റെ ചെറിയ സ്കിൽസുകളും നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തു തരാം. അപ്പോൾ ഈ കാണുന്ന ഈ സബ്ജക്റ്റുകളാണ് നമ്മൾ ഈ വരാൻ പോകുന്ന ലെസൺസിൽ പഠിക്കുവാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ പഠിക്കുന്നത് ബേസിക്സ് ഓഫ് ആർട്ട് ആണ്. ആർട്ടിന്റെ ബേസിക് എന്താണ്, എന്തെല്ലാമാണ് നമ്മൾ ചെയ്താലാണ് ഒരു പടം വരയ്ക്കാൻ നമുക്ക് പറ്റുന്നത്, ഒരു ആർട്ടിസ്റ്റായി മാറാൻ. രണ്ടാമതായി മെറ്റീരിയൽസ്, ഏതെല്ലാം മെറ്റീരിയൽസ് ആണ് നമുക്ക് ആർട്ടിന് യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് നമുക്ക് പറയേണ്ടുള്ളത് ഡ്രോയിങ് ആണ്. ഡ്രോയിങ് എന്ന് പറയുമ്പോൾ പെൻസിൽ ഡ്രോയിങ്, ചാർക്കോൾ ഡ്രോയിങ്, പേസ്റ്റൽ ഡ്രോയിങ്, ഇങ്ങനെ പല പല ഡ്രോയിങ്ങുകൾ. ഇത് എങ്ങനെ ചെയ്യണം, എങ്ങനെ നമുക്ക് വരയ്ക്കണം, ഇതിനെക്കുറിച്ചുള്ള ഒരു സെക്ഷൻ. അത് കഴിഞ്ഞ് വാട്ടർ കളർ സെക്ഷൻ, അത് കഴിഞ്ഞ് അക്രിലിക് കളർ, ഫാബ്രിക് കളർ, കളർ പെൻസിൽ. ഇതിന് ശേഷം വരുന്നത് മ്യൂറൽ ആർട്ടുകളാണ്. മ്യൂറൽ ആർട്ടുകൾ നമുക്കറിയാം, പുരാതനമായ വീടുകളിൽ കണ്ടിട്ടുള്ളത്. അത് ക്യാൻവാസിൽ എങ്ങനെ ചെയ്യാം, വാളിൽ എങ്ങനെ ചെയ്യാം. പിന്നീട് വരുന്നത് മെറ്റൽ എംബോസിംഗ്. മെറ്റൽ എംബോസിംഗ് എന്ന് പറയുമ്പോൾ കോപ്പർ മെറ്റൽ, നമ്മൾ നാഗത്തകിട് എന്ന് പറയും, അലുമിനിയം തകിട് എന്ന് പറയും. ഈ തകിടിൽ 2D എംബോസിംഗ് ഉണ്ട്. ഇതെങ്ങനെ ചെയ്യാം. ക്ലേ മോഡലിംഗ്, 3D 2D ക്ലേ മോഡലിംഗ് എങ്ങനെ ചെയ്യാം. പിന്നീട് സാൻഡ് പെയിന്റിംഗ് എങ്ങനെ ചെയ്യാം. മോഡേൺ ആർട്ട് എങ്ങനെ ചെയ്യാം, ഇതൊരു വലിയ സെക്ഷനാണ്. ഇന്റീരിയർ ആർട്ട്, ഒരു വീടിന്റെ അല്ലെങ്കിൽ ഹോട്ടൽസിന്റെ അല്ലെങ്കിൽ മറ്റുള്ള ഇന്റീരിയർ ആർട്ട് ഡിസൈൻസ്, ഒരു ആർട്ട് എങ്ങനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാം, അതിനെക്കുറിച്ച്. മോഡലിംഗ് പേസ്റ്റിനെ കുറിച്ചുള്ളത്. പിന്നീട് റൂറൽ ആർട്ട് നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം. അത് കഴിഞ്ഞ് വരുന്നത് കാലിഗ്രാഫി റൈറ്റിംഗ് നമുക്ക് എങ്ങനെ ചെയ്യാം. ലെറ്റർ ആർട്ട് വിത്ത് പെയിന്റ് വെച്ച് എങ്ങനെ ലെറ്റർ ആർട്ട് ചെയ്യാം, കളർ വെച്ച് എങ്ങനെ ലെറ്റർ ആർട്ട് ചെയ്യാം. പോർട്രേറ്റ് പെയിന്റിങ് വളരെ വലിയൊരു സെക്ഷനാണ്. പോർട്രേറ്റ് പെയിന്റിങ്, ഇതിൽ പോർട്രേറ്റ് ഡ്രോയിങ് ഉണ്ട്, പെയിന്റിംഗ് ഉണ്ട് വിത്ത്, അത് പല പല നിറങ്ങൾ വെച്ചുള്ള പോർട്രേറ്റ് ഡ്രോയിങ്. ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത് വലിയ ഒരു സെക്ഷനാണ്, വളരെ വലിയൊരു സെക്ഷനാണ്. ഇത് ആനിമൽസിന്റെ ഷേപ്പുകൾ, ബോഡി എങ്ങനെയാണ്, ഹ്യൂമൻ ബോഡി എങ്ങനെയാണ്, അതിന്റെ മൂവ്മെന്റ് എങ്ങനെയാണ്, ഇതിനെക്കുറിച്ചുള്ള ഒരു സെക്ഷൻ. ഇതാണ് ബോഡി ലാംഗ്വേജ്. ഇതില്ലാതെ സാധാരണ ഒരുവിധം പടങ്ങളൊക്കെ വരയ്ക്കുക എന്ന് പറയുന്നത് വലിയ പാടുള്ള കാര്യമാണ്. അടുത്തത് ഔട്ട്ഡോർ പെയിന്റിംഗ്. ഈ ഡിഫറെന്റ് ആയിട്ടുള്ള 20 സെക്ഷൻ, അതിനോടുകൂടി എൻ്റെ സ്വന്തമായിട്ടുള്ള വരകൾ ഞാൻ വരയ്ക്കുന്ന സമയത്തും നിങ്ങൾക്ക് ആ വരകൾ എങ്ങനെ ഞാൻ വരയ്ക്കുന്നു എന്നുള്ള വീഡിയോസും ഷെയർ ചെയ്യാം. ഇതിന് കൂടെ തന്നെ ഞാൻ വരയ്ക്കുന്ന പെയിന്റിങ്ങുകളുടെ സെയിലും കാണും. അത് പ്രത്യേകമായ ഒരു ചാനൽ ഉണ്ടായിരിക്കും, അതിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ഇപ്പോൾ ഈ വരുന്ന സെക്ഷനുകളെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ദയവായി നിങ്ങൾ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എനിക്ക് കമൻറ്റുകൾ അയക്കാം. ആ കമൻറ്റിന് ഷുവറായിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. നമസ്തേ.